ഈ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞാല് വർഷം നന്നായി കൊടുക്കും. കംപ്ലൈന്റ് പറഞ്ഞാൽ കേൾക്കും ഞാൻ. അതങ്ങനെ കേൾക്കും അല്ലേ? ഒന്നും കംപ്ലൈന്റ് ചെയ്യാം, അങ്ങനെ പറയാൻ കാരണം. അടുത്തതാ ഒരു ജെറ്റാണ്, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഷെവർലെ ക്രൂസ് KL29 രജിസ്ട്രേഷൻ വാഹനം. ഇതേ കുറേ നേരം ഒന്ന് കാണാതെ പഠിച്ചു. നീ ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് കാറ്റലോഗില് ഒരു നേരെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 8-10 നേരത്തെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട്. വീഡിയോയിൽ ജസ്റ്റ് ഒരു വണ്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു വണ്ടി റെപ്രസെന്റ് ചെയ്ത് കാണിച്ചതാണ്. റിയ ആയതാണോ? അല്ല, ഇത് പക്ക കേരള വണ്ടി. വി ഓപ്ഷൻ ആണ്. വി ആണല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. മോഡല് കേരള വണ്ടി ആയതുകൊണ്ട് 2007 55-ലായതാ. 55-ല് രജിസ്ട്രേഷൻ ആയതാണ്. 2012 ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ GD. ഓക്കെ, ഡീസൽ വാഹനം, നല്ല മൈലേജ് ഉണ്ടാവും. 20 above മൈലേജ് കിട്ടുന്നൊരു അടിപൊളി വാഹനം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സലീംക്കയുടെ കൂടെ KS കാസിൽ തുടങ്ങിയോ ഒരു ഓണ സ്പെഷ്യൽ എപ്പിസോഡ് ആയിക്കളെ അല്ലേ? ഓണത്തിന് എന്താ ഓഫർ കൊടുക്കുന്നേ? ഓണത്തിന് വണ്ടി വില കുറച്ച് കൊടുത്താൽ പോരെ? അത് മതി, അതിനൊക്കെ എല്ലാവർക്കും വേണ്ട. വേറെ ടിവിയോ ഫ്രിഡ്ജോ വേറെ വണ്ടി കൊടുത്തിട്ട് കാര്യമില്ല. വില കുറച്ച് കൊടുക്കും എല്ലാത്തിനും. എല്ലാ വണ്ടിക്കും ഡിസ്കൗണ്ട് റേറ്റിൽ സലീംക്ക് തരാൻ പോവാണ്. അതേപോലെ തന്നെ ഉണ്ടാവില്ലേ, പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരെ കൊതിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. KS കാസിൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എന്ന സ്ഥലത്താണ്. കരിപ്പൂർ എയർപോർട്ടിന്റെ പുറകിലായിട്ട് കുമ്മണിപ്പുറം വന്ന് തറയിട്ടാൽ പോകുന്ന വഴി അല്ലേ? ഈ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കറക്റ്റ് ലക്ഷം വീട് എന്ന് പറയാം. ലക്ഷം വീട് കോളനി, 5-6 വീട്. സോറി, ലക്ഷം വീട്, 4 വീടുള്ളൊരു കോളനിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി എടുത്തു കൊണ്ടുപോയിട്ട് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ് അല്ല, വർക്ക്ഷോപ്പോ നിങ്ങൾക്ക് അറിയുന്ന മെക്കാനിക്കോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാ സൗകര്യവും എല്ലാം ചെയ്തു തരും. അത്രയേ ഉള്ളൂ. പണ്ടത്തെ പോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള യാർഡൊന്നുമില്ല, വലിയ യാർഡാണ്. ഏത് വണ്ടി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൂളായിട്ട് ഇറക്കിക്കൊണ്ട്. പണ്ടൊരു വണ്ടി മാറണമെങ്കിൽ 10 വണ്ടി മാറേണ്ടി വരും. സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാം. നല്ല രീതിക്ക് നിങ്ങൾക്ക് വന്നിട്ട് കാണാനും പറ്റും. അത്രയും കളക്ഷനും ഉണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ബാക്കി ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. വീഡിയോയിൽ നമുക്ക് കുറച്ച് വണ്ടികൾ കാണിക്കാം. ബാക്കിയുള്ളത് കാറ്റലോഗിൽ കയറിയാൽ മതി. വാട്സപ്പിലൂടെ ജസ്റ്റ് ഹായ് വിട്ട റിട്ടേൺ ലിങ്ക് വരും, അതിൽ കയറിയാൽ മതി. ഓക്കെ, ആ നമ്പർ ഇതാ റൈറ്റ് ഓഫ് കോർണറിലുണ്ട്. വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യ വാഹനം തന്നെ നമുക്കൊരു പോളോയിൽ തുടങ്ങാം. KL10 രജിസ്ട്രേഷനുള്ള ഒരു റെഡ് പോളോ ആണ്. ഹൈലൈൻ അല്ലേ? ഹൈലൈന് കേരള വണ്ടിയാണ്. 2012 സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. 1,33,000 കിലോമീറ്റർ. 1,33 ഓടി. ഡീസലോ പെട്രോൾ? ഇത് ഡീസൽ 1.2 അല്ല, 1.2 ലിറ്റർ, 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ക്ലെയിമും മേജറായിട്ടുള്ള പരിക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എത്ര? 3,10,000 ചോദ്യം അല്ലേ? ഓക്കെ, 2012 ഹൈലൈൻ ഡീസൽ പോളോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 3,10,000 സ്വന്തമാക്കാം. ലോണ് കയറുമോ? ലോണ് 1.5-2 വരെ കയറും. ഓക്കെ, 2 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1 lakh കണ്ടാൽ ബാക്കി സലീംക്ക് എന്തായാലും കുറച്ച് തരും, ഒന്നും പറയാനില്ല. 1 lakh കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, നല്ല മൈലേജ് ഉള്ള ഒരു പെർഫോമൻസ് കാറുവാണെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. I10 ഗ്രാൻഡാണ് അടുത്തത്. എന്തേ തള്ളി പിടിച്ച് നോക്കുന്നത്? KL1 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 ഗ്രാൻഡ് അല്ലേ? രണ്ടാമത്തെ ഓണർ. 1,09,000 കിലോമീറ്റർ. ഓട്ടം പോലെ നല്ല ഓടാൻ നിൽക്കുമോ? അതെ, ഓടണ്ടേ? പെട്രോളല്ലേ? ഡീസൽ വണ്ടിയല്ലേ? ഡീസലാകുമ്പോൾ ഓടല്ലോ, ഓട്ടം ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ടാവും. 20 above മൈലേജ് കിട്ടും. മാനുവൽ ഡീസൽ മാനുവൽ വാഹനമാണ്. നമ്മൾ നമ്പർ 1 ഓഫറിലാണ് കൊടുക്കുന്നത്. എത്രക്ക്? 3.5 ലക്ഷം രൂപ. 3,50,000 രൂപയ്ക്ക് 2018 ഡീസൽ I10 ഗ്രാൻഡ് സ്വന്തമാക്കാം. വരെ ഉണ്ടാവില്ല 3 ലക്ഷത്തിന്. അതെ, ഇവിടെ വണ്ടി കിടക്കുന്നത് അങ്ങനെ. ഇതിന് നമ്മൾ 3.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അത് തന്നെ ഫുൾ ലോൺ. അങ്ങനെ പറയാം. ഓക്കെ, ഫുൾ ലോൺ ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് എന്താ പ്രശ്നം? എന്താ ചെറിയൊരു ഹോൾസ് ഇല്ല? ഗ്രില്ല് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട്. പൂണ്ടോ അല്ലേ? എന്തിനാ? റേഡിയേറ്റർ തണുക്കാനാ? ആയിക്കോട്ടെ, ചൂടൊക്കെ അല്ലേ? ആയിക്കോട്ടെ, ഈ ഗ്രില്ല് ജസ്റ്റ് മാറ്റി കൊടുക്കണം. ഓർഡർ ചെയ്തിട്ടുണ്ട്, മാറ്റി തരും. ഫിയറ്റ് പൂണ്ടോ ആണ്. KL8 രജിസ്ട്രേഷൻ, തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. 2011 മോഡൽ 12 രജിസ്റ്റർ. ഓക്കെ, വേണ്ട 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷത്തിന് 11 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ മൾട്ടി-8 എഞ്ചിൻ വരുന്ന വാഹനമാണ്. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. നല്ലൊരു പെർഫോമൻസ് കാറാണ് അല്ലേ? 1.5 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷത്തിന് കൊണ്ടോ? ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ പണികളൊന്നും ഇല്ലല്ലോ? ഇല്ല. ആകെയുള്ള ഒരു പണി ഇതാണ്. അത് മാറ്റി കൊടുക്കാം. നിങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ മതിയാ.
അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഫിയറ്റിൻ്റെ വാഹനം തന്നെയാണ്. ഫിയറ്റ് ഇവോ ആണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. ഫുള്ള് വായിക്കും നമ്പർ KL 40L 5040 ഫാൻസി നമ്പർ 2015 ഇവോ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എന്നാണ് 15 മോഡൽ. ഓക്കെ, എടുക്ക് പോകാൻ പറഞ്ഞത് തന്നെ 90 HP ആണെന്നൊക്കെ പറഞ്ഞു. പവർ 90 HP വരുന്ന വാഹനമാണ്. ഓക്കെ, പരിക്കൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ. 2,50,000 രൂപയ്ക്ക് 2015 ഇവോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡീസൽ വാഹനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. 18-20 റേഞ്ച്. ഏകദേശം 18 ഞാൻ കയറി പറയുന്നില്ല, എനിക്ക് അറിവുണ്ട് അതിനെപ്പറ്റി കറക്റ്റ്. എന്നാലൊരു ഡീസൽ ആയതുകൊണ്ട് ഒരു 16 to 18 കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണ് ചാൻസ് ഇല്ലല്ലോ? 1.5 കിട്ടും. കിട്ടോ? ബാങ്ക് കിട്ടൂല. ഓക്കെ, അടുത്ത വണ്ടിയിൽ 3 സിവിക്ക് ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ്. അതിൽ ഒരു സിവിക്ക് നമ്മുടെ ഇവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അതൊരു പ്രവാസി കൊണ്ടുവരുന്നു. ഇപ്പോൾ അയാള് ഗൾഫിൽ പോയപ്പോൾ രണ്ടാമൂടെ കൊണ്ടുവച്ചാണ്. അപ്പോൾ 3 ഉണ്ട്. നമുക്ക് ഇത് പരിചയപ്പെടാം അല്ലേ? അത് പരിചയപ്പെടാം. KL 13 രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2008 ഓട്ടോമാറ്റിക്. 8 ഓട്ടോമാറ്റിക്. ഓക്കെ, 3 വണ്ടി 2008 തന്നെയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് അല്ല? ഓക്കെ, പിന്നെ 2 വണ്ടി ഓട്ടോമാറ്റിക്, ഇത് മാനുവല്. സലീം ഇതിന്റെ പേപ്പറിന്റെ അവസ്ഥ എന്താ? ഇതൊക്കെ 28 വരെ പേപ്പർ ഉണ്ട്. ഇതിന് 29 വരെ പേപ്പർ ഉണ്ട്. 29 പേപ്പർ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ വിലകൾ എങ്ങനെയാ? പെട്ടെന്ന് പറഞ്ഞെടുക്കാം. വണ്ടി വരുന്നുണ്ട്. ഇത് 2.5, അത് 2.60, ഇത് 2.90. 2.5 ലക്ഷം, 2.60, 2.90. 3 വില അയക്കാതെ വണ്ടി മാറിപ്പോണ്ട് അയച്ചിട്ടേ 2.90 വിൽക്കാൻ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വിലകൾ. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ വീണ്ടും ഒരു റെഡ് വാഹനമാണ്. സ്വിഫ്റ്റ് ആണ്. ന്യൂ ഷേപ്പ് KL 51. ഏറ്റവും ന്യൂ ഷേപ്പ് അല്ല, അതിന് തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. KL 51 രജിസ്ട്രേഷൻ. ഏത് ഷേപ്പ് ആണെങ്കിലും 2020 മോഡലാണ്. ഷേപ്പ് ഏതും ആയിക്കോട്ടെ. LXi VXiലോട്ട് കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, VXi 55,000 കിലോമീറ്ററാണ് ഓടിയത്. 55,000. ഓക്കെ, VXi എന്ന് പറയുമ്പോൾ 4 പവർ വിൻഡോ ഒക്കെ ചെയ്തോ? എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി മൊത്തത്തിൽ നീറ്റാണ്. കാണാനുള്ളൊരു നീറ്റ് പറയാണ്. സീറ്റ് കവർ എന്നോട് ചോദിക്കല്ലോ, ഈ സീറ്റ് കവർ ഇതിൽ നീ ഇങ്ങനെ എടുത്ത് പറയുന്നത് അതിനകത്തുള്ളതുള്ളോട് അവർക്ക് അറിയില്ല നിങ്ങൾക്ക് പണ്ട് സീറ്റ് അടിക്കുന്ന പണിയെന്നുള്ളത്. ടയേഴ്സ് കുഴപ്പമില്ലാത്ത വർക്ക് എടുത്ത് അവർക്ക് അറിയാവുന്ന. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളുണ്ടോ? ഈ ബോണറ്റ് മാത്രം റീപ്ലേസ് കമ്പനി കമ്പനിയിൽ നിന്ന് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറെ ഫ്രണ്ടിലേക്ക് ഒന്നും വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ബോണറ്റ് മാത്രം മാറിയ 2020 മോഡൽ LXi കൺവേർട്ടഡ് VXi വാഹനമാണ് സ്വിഫ്റ്റ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എത്ര കൊടുക്കാം? 5.80. 5,80,000 ചോദ്യം. 5 to 5.5 വരെ ലോണും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 80,000, ഒരു 30,000 മുതൽ 80,000 വരെ കണ്ടാൽ ഇറക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഒരു ജെറ്റാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഷെവർലെ ക്രൂസ് KL 29 രജിസ്ട്രേഷൻ വാഹനം. ഇതേ കുറേ നേരം ഒന്ന് കാണാതെ പഠിച്ചു നീ. 2012 LTZ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടിയാണ്. കേരള വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? LTZ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റൂഫുണ്ട്. എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകല്ലേ? ഓക്കെ, മേജർ എന്താ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഡീസൽ വാഹനമാണ്. മൈലേജ് ഒരു 13-17 ഒക്കെ കിട്ടുമോ? 13 to 17 ഒക്കെ 17 അങ്ങനെ ആ റേഞ്ച് കിട്ടുമോ ഏകദേശം? ഓക്കെ, 14 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചോട്ടെ ഏവറേജ് അല്ല? ഓക്കെ, ഒന്നും പറയാനില്ല. കുഴപ്പമില്ലാത്ത നീറ്റിലാണ് വണ്ടി ഉള്ളത്. എന്തായാലും എത്രയിൻ്റെ ചോദ്യം? 3 ലക്ഷം ഉപയോഗിക്കുന്നത്. 3 ലക്ഷം ചോദ്യമാണല്ലേ? ഓക്കെ, കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടിയാണ്. ഓണൊക്കെ അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ആയിക്കോട്ടെ. 3 ലക്ഷം 2012 LTZ. ലോണ് കിട്ടൂല അതിന്. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ലോൺ എത്ര കിട്ടുമെന്ന്. ഷെവർലെ സർവീസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. സർവീസ് കിട്ടും. കമ്പനി സർവീസ് അല്ല, പുറത്തുനിന്ന് തന്നെ സർവീസ് കിട്ടും. ലോൺ കിട്ടൂല. അത്രേ ഉള്ളൂ. KL 13 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ് അടുത്തത്. എങ്ങനെയാ? ഇത് 2013 വണ്ടി. 13 തന്നെയാണ് വണ്ടി അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. നമ്പർ സെയിം ആക്കി വെച്ചാണ്. ആയിക്കോട്ടെ. KL 13 2013. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VDI ആണ്. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 1,25,000 അല്ല കിലോമീറ്റർ ഓടി. ഓക്കെ, പിന്നെ 60 സംതിങ് ഓടി വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,60,000. 3,60,000 2013 VDI 1,25 ഓടിയ വാഹനമാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അങ്ങോട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് കാറ്റലോഗിൽ ഒരു നേരെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 8-10 നേരത്തെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട്. വീഡിയോയിൽ ജസ്റ്റ് ഒരു വണ്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു വണ്ടി റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാണ്. മൈലേജ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. ഏകദേശം ഒരു 18-19 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ല? ഓക്കെ, ലോൺ എത്ര കയറില്ലേ? ഇതുമില്ല 3 രൂപ കിട്ടും. 3 രൂപ കിട്ടും. ഓക്കെ, ആൾട്ടോ 800 KL 51 രജിസ്ട്രേഷൻ വാഹനം. 51 എവിടെയാണെന്ന് അറിയോ? 51 കേരളത്തിൽ തന്നെയാണ്. അത് സത്യം. ഇത്
ഇതൊന്നും അറിയാതെയാണല്ലോ ഇതിന് പോകുന്നത്. ഇത് 2016 മോഡല്, സെക്കൻഡ് ഓണർ, 1 സംതിങ് ഓടിയിട്ടുണ്ട്. 2.30, 2 ലക്ഷം രൂപ വേണമെങ്കിൽ ലോണും കൊടുക്കാം. 2,30,000 2016 ആൾട്ടോ 800 സ്വന്തമാക്കാം. 2 ലക്ഷം വരെ ലോൺ കിട്ടും. 30,000 കണ്ട ഇറക്കാൻ പറ്റും. 30,000 കാണണ്ട, സലീംക്കാണ് പറയുന്നത്. നല്ല മനസ്സിലുള്ള ആളാണ്, നല്ല രീതിയിൽ കാണണ്ട, ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അപ്പോൾ KL 13 എങ്ങനെ തുടങ്ങണേ? അങ്ങനൊന്നും തുടങ്ങണ്ട, നല്ല ക്വാളിറ്റി ഉള്ള ബ്രിയോ ആവശ്യമുള്ളവർക്ക് വന്നാൽ മതി. അങ്ങനെ തികഞ്ഞ വണ്ടിയാ, നല്ല കംപ്ലൈന്റ് ഇല്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, തെളിഞ്ഞ വണ്ടി. എല്ലാ വണ്ടി ഇങ്ങനെ പറയാണ്ടിരിക്കില്ലല്ലോ, അറിയാണ്ടിരിക്കില്ലല്ലോ. അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. രണ്ടാമത്തെ ഓണർ, 2012 മോഡല്, 1,09,000 കിലോമീറ്റർ. മിഡിൽ ഓപ്ഷൻ ആണ്. കമ്പനി അലോയ് കാര്യമുള്ള എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി ഒരു ഹാച്ച് ബാക്ക് ആണ്. 2012 പെട്രോൾ വാഹനം. ഏവറേജ് ഒരു 13 to 16 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. കുറച്ചുകൂടി മൈലേജ് കൂടും, വെയിറ്റ്ലെസ്. എത്ര കൂടും ഇത്? 2.70. 2,70,000 ചോദ്യം. 2013 എസ് ഓപ്ഷൻ ബ്രിയോ പെട്രോൾ വാഹനം. ചോദ്യം എന്ന് പറഞ്ഞാലൊരു ഫൈനലല്ലോ, തണലുണ്ട് ചോദ്യം. കുറച്ച് കൊടുക്കുന്നത്, അതതിന്റെ അർത്ഥം. വേറൊന്നുമില്ല. ചില അർത്ഥങ്ങളൊന്നും എനിക്ക് മനസ്സിലാണില്ല. ഇത് മനസ്സിലാക്കാത്ത അർത്ഥം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ലോൺ എത്ര കയറില്ലേ? 2 രൂപ കയറാൻ 70,000 കണ്ടിറക്കാം. ഓക്കെ, ഇന്നലെ ഞങ്ങൾ ഫോൺ ചെയ്ത് പറയില്ലേ, ഒരു ആസ്റ്റാറിൻ്റെ കൂടെ കൊടുക്കാനെന്ന്. സ്റ്റാർട്ട് ചെയ്താൽ അറിയില്ല തന്നെ. സ്റ്റാർട്ട് ആവില്ല, ഓഫ് ചെയ്താൽ തീരെ സൗണ്ട് ഇല്ല. അങ്ങനെ KL 57 സൈലന്റ് വർക്കിംഗ് ആണെന്നാ കവി ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ, ഒരു A-സ്റ്റാർ ആണ് എടുത്തത്. എങ്ങനെ കാര്യങ്ങൾ? 2010 VXi. ഓക്കെ, 3ാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. 1.5 ഓടിയിട്ടുണ്ട്. 1,05,000. 2010 VXi ആണ്. അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? പേപ്പറൊക്കെ ഒരു വർഷം കൂടി ഉണ്ട്. എത്ര? നീറ്റ് വണ്ടിയാണ് ഇത്. 1,35,000. 1.35. 2010 VXi ഫിക്സഡ് ആണ്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം അല്ലേ? ഓക്കെ, ഒരു ചെറിയ ഫാമിലി യൂസിന് പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ്. അത്യാവശ്യം ഒരുപാട് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 കുറയുള്ളൂ. അതിന്റെ മേലെ വർഗം ചെയ്താൽ ഒരു 10 കുറയും. അതാണ്. ആയിക്കോട്ടെ. ഓക്കെ, ടൊയോട്ട എറ്റിയോസ്, ഒരു സെഡാൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇതും അതേ സാധനം തന്നെയാണ് കേട്ടോ. 2 എറ്റിയോസ് ഉണ്ട്. ഇത് 15 ആണ്, ഇത് 12. ഇതിനെ പറഞ്ഞോളൂ. ഇത് 2012 3,000 ഫ്രീ വണ്ടിയാണ്. 3,50,000 രജിസ്ട്രേഷൻ ആയോ ഇങ്ങോട്ട്? എന്നോ ആയിക്കണേ, കേരള 55-ലായതാ. 55 രജിസ്ട്രേഷൻ ആയതാണ്. 2012 ഏതോ ഓപ്ഷൻ? ഓപ്ഷൻ GD. ഓക്കെ, ഡീസൽ വാഹനം. നല്ല മൈലേജ് ഉണ്ടാവും. 20 above മൈലേജ് കിട്ടുന്നൊരു അടിപൊളി വാഹനം. നീറ്റാണ് കേട്ടോ, എല്ലാം കൊണ്ട്. സീറ്റ് കവേഴ്സ് എല്ലാം നല്ല പ്രീമിയം ലുക്കുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രണ്ട് ടയേഴ്സ് ഉണ്ട്, നല്ല അടിപൊളി. പുറകിൽ ആവറേജ് ഉള്ളൂ. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 3 വരെ കയറും. 2.5 കൺഫേം ആണ്. ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ 3 വരെ നോക്കാം. 3 വരെ നോക്കാം. ഓക്കെ, നല്ലൊരു അടിപൊളി എറ്റിയോസ് ഇതാണ്. ഇവിടെ ഉണ്ട് മൈലേജും മെയിൻ്റനൻസും കുറഞ്ഞൊരു വാഹനം അല്ലേ? ഈക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അടുത്തേൽ കാണിക്കാം കേട്ടോ. ഇന്നോവയാണ്. KL 7 രജിസ്ട്രേഷൻ. റീ ആയതാണോ? ഇല്ല, ഇത് പക്ക കേരള വണ്ടി. വി ഓപ്ഷൻ ആണ്. വി ആണല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. മോഡല് കേരള വണ്ടി ആയതുകൊണ്ട് 2007 പേപ്പർ 27 വരെ ഉണ്ട്. 27 വരെ അല്ലേ? 27 ലാസ്റ്റ് വരെ ഉണ്ട്. പേപ്പറുള്ള വാഹനമാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ പേപ്പർ ഉണ്ടാവും കേട്ടോ. അല്ല, അതുണ്ടാവും. പേപ്പർ ഇല്ലാത്ത വാഹനം ഇവിടെ ഇല്ല. ആയിക്കോട്ടെ. അപ്പോൾ ഫുൾ ഓപ്ഷനാണ് അന്നത്തെ വാഹനം ഇന്നോവ. ഓട്ടം മീറ്ററിൽ എത്രയാ? മീറ്ററിൽ എത്രയാ? 2 സംതിങ്. പഴയ വണ്ടിയില്ല, നോക്കിയിട്ട് കാര്യമില്ല. വണ്ടി ടൊയോട്ട എഞ്ചിനാണ്, ഒന്നും പറയാനില്ല. പക്ക അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക? ഇത് 4 രൂപ. 4 ലക്ഷം. 2027 വരെ പേപ്പറുള്ള ഇന്നോവ ഒറിജിനൽ കേരള വി ഓപ്ഷൻ. ഒറിജിനൽ കേരള, അത്രേ ഉള്ളൂ. ഇവിടെ G4 2008 ഒക്കെ നമ്പറായ ടൈപ്പ് 4 ആക്കിയ വണ്ടികളുണ്ട്. വണ്ടി നമുക്ക് കാണിക്കാം. വില അഡ്ജസ്റ്റ് ആക്കാൻ പറ്റിയ വിലയല്ലേ? അഡ്ജസ്റ്റ് ആക്കാം. അല്ല, ഇന്നോവ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി തന്നെ 1.5 ലക്ഷത്തിനൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ ഓരോന്നിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. പോയി നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും മനസ്സിലാവും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു 2007 ഇന്നോവ. KL 45 രജിസ്ട്രേഷൻ ആയതായിരിക്കും അല്ലേ? അതാണ്. ഓക്കെ, പറഞ്ഞോളൂ. 2007 G4 ടൈപ്പ് 4 ആക്കിയ വണ്ടിയാണ്. G4 ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് 27 വരെ പേപ്പർ ഉണ്ടാവും. ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? ഇത് 3.5. 3,50,000 കേരള വണ്ടി ആയി. മോഡൽ കുറഞ്ഞ ഇന്നോവക്ക് നമുക്ക് 2 ലക്ഷം വരെ ലോൺ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, 2007 ലോൺ കിട്ടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട.
3 ലക്ഷത്തിന് കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല, ടാക്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അടക്കാനില്ല. 27 വരെ പേപ്പറുള്ള ഒരു റീനോവ 3 ലക്ഷത്തിന് സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം നമ്മൾ അങ്ങനെ കാണാത്തൊരു വാഹനമാണ്, കാണിച്ചിട്ടുണ്ട്. KL 13 രജിസ്ട്രേഷൻ ടാറ്റ. ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു, അതല്ലല്ലോ ഇത്? അതല്ല, അത് സിൽവർ ആയിരുന്നു. അത് വേറെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ അത് പോയോ? കല്യാണം കഴിച്ചില്ല, അപ്പോഴത്തെ കണ്ടിട്ട് അതൊക്കെ എന്നോ പോയി. ഇതിപ്പോ മിനിഞ്ഞാന്ന് വന്ന വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പിൽ 2014 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ, ഈ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞാല് വർഷം നന്നായി കൊടുക്കും. കംപ്ലൈന്റ് പറഞ്ഞാൽ കേൾക്കും ഞാൻ. അതങ്ങനെ കേൾക്കും അല്ലേ? എന്ത് കംപ്ലൈന്റ് ചെയ്യാണ്ട് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, 2014 ഏരിയ ഫുൾ ഓപ്ഷൻ വാഹനമാണ്, 7 സീറ്റർ വാഹനമാണ് ടാറ്റ. ഓക്കെ, എത്രയാ? 3 ലക്ഷം. 3 ലക്ഷം അല്ലേ? 14 ഫുൾ ഓപ്ഷൻ ടാറ്റ ഏരിയ 7 സീറ്റർ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനം 3 ലക്ഷത്തിന് സ്വന്തമാക്കാം. ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? ചാൻസ് ഇല്ല, അവർ നിർത്തിയ മോഡലാണ് ആദ്യം, അതുകൊണ്ടാണ് ചാൻസ് ഇല്ലാത്തത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാണിച്ച വാഹനങ്ങൾ മാത്രമല്ല, ഒരുപാട് ഇനിയും സ്റ്റോക്ക് ഉണ്ട്. നമ്മളെല്ലാത്തിനും റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഓരോ വാഹനം ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നുള്ളൂ. വേറെ ഫോർച്യൂണർ ഉണ്ട്, പജീറോ സ്പോട്ട് ഉണ്ട്, സാൻഡ്രോകളുണ്ട്, നാനോ ഉണ്ട്, എറ്റിയോസ് ഉണ്ട്, കുറേ കാണുന്നുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാ സെഗ്മെൻറ്റ് വാഹനമുണ്ട്. സലീം ഖാൻ്റെ വാട്സപ്പ് നമ്പർ, അതിൽ കാറ്റലോഗ് ഉണ്ടാവും, നമ്മുടെ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ കാറ്റലോഗ് ഉണ്ടാവും. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും, എല്ലാ സ്റ്റോക്കിൻ്റെയും. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കടന്നു വരാം. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ. ഒന്നുമില്ല, ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ.